Welcome to Cloud Designs. I am Shafiq. In the Onam collections part 2 ആണ് ഇന്ന് വരുന്നത്. ഇത് റീസ്റ്റോക്ക് ആട്ടോ സാരീസ്. ഇതിന്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 2 വീക്സ് ബാക്ക് ഇതിന്റെ വീഡിയോ വന്നിരുന്നു. അപ്പോൾ ഹ്യൂജ് ഡിമാൻഡ് ആയിരുന്നു കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരീസ് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. എല്ലാ സാരീസും നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം കേട്ടോ. clouddesigns.com ആണ് വെബ്സൈറ്റിന്റെ ലിങ്ക് വരുന്നത്. 9947135468 ആണ് വാട്സ്ആപ്പ് നമ്പർ. ഇൻ കേസ് എന്ത് ഡൗട്ട് വന്നാലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാ ദിവസവും ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. സെയിം ഡേ തന്നെയായിരിക്കും നമ്മൾ ആ സാരീസ് ആ വീഡിയോയിൽ വരുന്ന സാരീസ് എല്ലാം തന്നെ നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം. നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. ക്ലൗഡ് ഡിസൈൻസ് ആസ് യൂഷ്വൽ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ഹിഡൻ ചാർജസോ എക്സ്ട്രാ കൊറിയർ ചാർജോ ഒന്നും തന്നെ ഇല്ല. ഇന്റർനാഷണൽ ഷിപ്പിങ്ങിന് അതിന് എക്സ്ട്രാ ചാർജ് വരും, കൊറിയർ ചാർജ് വരും. വിതിൻ ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മൾ ഏത് പ്രൈസാണോ വീഡിയോയിൽ കാണിക്കുന്നത് അതേ പ്രൈസിലാണ് സാരീസ് കസ്റ്റമേഴ്സിന് കയ്യിൽ കിട്ടുന്നത്. നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഇന്നത്തെ ഓണം കളക്ഷൻസിൽ ഫസ്റ്റ് സാരി നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് ഹാൻഡ് എംബ്രോയിഡറിയിലാണ് സാരി വരുന്നത്. ഇതൊരു ടിഷ്യൂ ബ്ലെൻഡഡ് കോട്ടൺ ആട്ടോ സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഒരു ഓഫ് ക്രീമാണ്. ഓണം കളർ തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിലും ഹാൻഡ് വർക്ക് ആണ്. ഫുൾ സാരിയിലും ഹാൻഡ് എംബ്രോയിഡറി ആണ്, മെഷീൻ എംബ്രോയിഡറി അല്ല കേട്ടോ. ഇതിൽ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് മോട്ടീവ്സ് വരുന്നത്. ഒരു മൾട്ടി കളർ കോമ്പിനേഷനുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോഡിയിൽ വരുന്നത്. തന്നെ ക്ലോസർ വ്യൂ. ഇതും ഓരോ മോട്ടീവ്സും ഓരോ കളർ ടോൺ ആയിരിക്കും കേട്ടോ. ഇതിൽ വരുമ്പോൾ ഒരു മസ്റ്റേർഡ് യെല്ലോ ഗ്രീൻ ആണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. നെക്സ്റ്റ് മോട്ടീവ്സ് വരുമ്പോൾ ഇത് കണ്ടോ, ഇതിൽ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഒരു റോയൽ ബ്ലൂ ഗ്രീൻ ആണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഇതിൽ വരുമ്പോൾ വേറൊരു പാറ്റേൺ ഉണ്ട്, ഒരു പീച്ചാണ്. പീച്ച് ആൻഡ് ഗ്രീൻ ആയിരിക്കും നെക്സ്റ്റ് മോട്ടീവ്സ് വരുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസിലായിരിക്കും ബോഡിയിൽ വരുന്നത്. മുന്താണി വരുമ്പോൾ നല്ല പാറ്റേണിലാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഒരു ട്രീ മോട്ടീവ്സ് ആണ്. അതിൽ ബുള്ളി നോട്ട്സിൻ്റെ പാറ്റേണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. സ്റ്റെം വരുന്നത് ഒരു ബ്രൗണിലുള്ള പ്രിന്റ് വന്നിട്ട് അതിൽ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് ബുള്ളി നോട്ട്സിലായിരിക്കും. ലീഫ് വരുന്നതും ഹാൻഡ് വർക്കിൽ തന്നെ ഗ്രീനിലായിരിക്കും. ഇതാണ് വർക്കിൻ്റെ ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരിക. കണ്ടോ, വർക്കിൻ്റെ ബാക്ക് സൈഡ് വരുന്നതും ഈ ഒരു പാറ്റേണിലായിരിക്കും. ഇത് വർക്കിൻ്റെ ബാക്ക് സൈഡാണ്. ഫുൾ ഹാൻഡ് എംബ്രോയിഡറിയിലായിരിക്കും. 3 മോട്ടീവ്സ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് 3 മോട്ടീവ്സ് ആയിരിക്കും ഹാൻഡ് വർക്കിൽ സാരിയുടെ പല്ലു വരുന്നത്. നല്ല കളർഫുൾ പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് മുന്താണിയിൽ. അത് കഴിഞ്ഞുള്ള ഏരിയ വരുന്നത് ഒരു ആൻറ്റീക് സെറിയിൽ തന്നെയുള്ള തിൻ ലൈൻസ് ആണ്. തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. ആൻറ്റീക് ഷെയ്ഡിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. ഒരു ടിഷ്യൂ വീവിൽ തിൻ ലൈൻസിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. ഹാൻഡ് എംബ്രോയിഡറി വർക്കിൽ വരുന്ന സാരിയിൽ സെക്കൻഡ് ഡിസൈൻ ആയിട്ട്, സെക്കൻഡ് ഡിസൈൻ അല്ല സെക്കൻഡ് കോമ്പിനേഷനാണ് വരുന്നത്. ഡിസൈൻ സെയിം തന്നെയാണ് വരുന്നത്. ഒരു ട്രീ മോട്ടീവ്സ് ആയിരിക്കും ഹാൻഡ് വർക്കിൽ വരുന്ന സാരിയുടെ മുന്താണിയിൽ വരുമ്പോൾ. ബോഡിയിൽ സെയിം മൾട്ടി കളർ കോമ്പിനേഷനുള്ള ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും. ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും മോട്ടീവ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഒരു മെറൂൺ മസ്റ്റേർഡ് യെല്ലോ, ഒരു ബ്രൗൺ മസ്റ്റേർഡ്, ഒരു പൗഡർ ബ്ലൂ മസ്റ്റേർഡ്, റെഡ് ആൻഡ് വൈറ്റ്, ആ ഒരു കോമ്പിനേഷനിൽ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട് ഫുൾ ബോഡിയിലും. മുന്താണി ഈ ഒരു സ്റ്റൈലായിരിക്കും ഹാൻഡ് എംബ്രോയിഡറി വരുന്ന സാരിയിൽ. ഈ പാറ്റേണിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഫുൾ ഈ ഒരു പാറ്റേണാണ്. ഇതിൻ്റെയും റിവേഴ്സ് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. മുന്താണിയുടെയും ബാക്ക് സൈഡ് വരുമ്പോൾ ഹാൻഡ് വർക്കിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഇപ്പോൾ ഹാൻഡ് വർക്ക് കഴിഞ്ഞുള്ള ഏരിയ വരുന്നത് ഗോൾഡൻ സെറി ലൈൻസ് തന്നെയാണ്. തിൻ സെറി ലൈൻസിലായിരിക്കും. ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരിക്ക്. അടുത്ത സാരീസ് വരുന്നത് ടിഷ്യൂ ഫാബ്രിക് ആണ് സാരി വരുന്നത്. ഫുൾ ബോഡി മെഷീൻ എംബ്രോയിഡറി ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ്. ഇതെല്ലാം നമ്മൾ റീസ്റ്റോക്കിൽ വന്നതാണ് സാരീസ് കേട്ടോ. ഇതാണ് പാറ്റേൺ വരുന്നത്. നല്ലൊരു റെഡാണ്, ഒരു ബ്രൈറ്റ് റെഡ് ആൻഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഇതിൽ ഒരു ത്രെഡ് വീവ് ഡിസൈൻസ് വരുന്നുണ്ട്. ഒരു വെർട്ടിക്കലായിട്ട് ഒരു ത്രെഡ് വീവ് ലൈൻസ് വന്നിട്ട് അതിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരി. ഇതായിരിക്കും വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരിക. നല്ല പാറ്റേണിലാട്ടോ. ഒരു ഒലിവ് ഗ്രീൻ, മസ്റ്റേർഡ് ആൻഡ് റെഡ്, ഈ 3 കളർ ടോണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതുകൂടാതെ ജൂട്ട് വീവ് ലൈൻസും വരുന്നുണ്ട്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ താഴെ ഭാഗം ഹാഫ് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വർക്ക് വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. 2.5 മീറ്റേഴ്സ് വരുമ്പോൾ ഫുൾ എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ലോവർ ഏരിയ വരുമ്പോൾ ഗീച്ച പൂവൻ പല്ലു. ഇതിൽ നല്ലൊരു മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷനിൽ തന്നെയുള്ള അജ്രക് ഡിസൈനിലാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സാരിക്ക്. നെക്സ്റ്റ് സാരിയിലും ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് മോട്ടീവ്സ് ആയിട്ട് വരുന്നത്. ഗോൾഡൻ ടിഷ്യൂ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. എല്ലാ സാരീസിൻ്റെയും ഫാബ്രിക് വരുന്നത്. ഇതിലും ഡിസൈൻസ് വരുന്നത് ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം സാരിക്ക്. ഫുൾ സാരിയും എംബ്രോയിഡറി വർക്കാണ്. റെഡ് ആൻഡ് ഗ്രീൻ തന്നെയാണ് എംബ്രോയിഡറി വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഇതിൻ്റെ ബോഡി വരുമ്പോൾ എല്ലാ സാരീസിനും ഒരു ലൈൻസ് വരുന്നുണ്ട്. വെർട്ടിക്കൽ ത്രെഡ് വീവ് പാറ്റേൺസ് വരുന്നുണ്ട്. ജൂട്ട് വീവ് പോലെയുള്ള ലൈൻസ് വന്നിട്ട് അതിൽ ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും. ബോഡിയിൽ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് മോട്ടീവ്സ് വരുന്നത്. ഇതും ഡിഫറെൻറ്റ് കോമ്പിനേഷനിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ബോർഡർ വരുമ്പോൾ ഇതാണ് സ്റ്റൈൽ വരുന്നത്.
എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരും. നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ബോർഡറിൽ വരുന്നത്. ഫുൾ ലെങ്ത്തിൽ വരും കേട്ടോ. ലോവറിലായിരിക്കും ഈ ഒരു പാറ്റേണിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. കൂടാതെ ഒരു ആൻറ്റീക് സെറിയിലുള്ള ടിഷ്യൂ ബോർഡർ ആയിരിക്കും. പല്ല് വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. ഗീച്ച വീവിലാണ് മുന്നേറിയുടെ എൻഡ് വരുന്നത്. ഇതിനും പ്രിന്റഡ് ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. ഈ സാരീസ് എല്ലാം തന്നെ നമുക്ക് കുറച്ച് വണ്ണമുള്ളവർക്കും അതെല്ലാം വണ്ണമില്ലാത്തവർക്കാണെങ്കിൽ ധാരാളം പ്ലീറ്റ്സ് കിട്ടും. നല്ല ലെങ്ത് ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് 5.5 മീറ്റർ അല്ല ലെങ്ത് വരുന്നത്, അതിൽ കൂടുതലുണ്ട് സാരി. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് അജ്രക് ഡിസൈനിലാണ് ഇങ്ങനെ വരും. നെക്സ്റ്റ് സാരി കളർ കോമ്പിനേഷനും ഫ്ലോറൽ പാറ്റേണും എല്ലാം സെയിം തന്നെയാണ്. എംബ്രോയ്ഡറി വർക്കിൽ വളരെ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബോഡി ഫുൾ വരുന്നത് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കിൻ്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. ബോർഡറിൻ്റെ ആ ഒരു പാറ്റേണിൽ മാത്രമേ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഈ സാരിയിൽ എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ ഇതാണ് സ്റ്റൈൽ വരുന്നത്. കോമ്പിനേഷൻ സെയിം തന്നെ. നല്ലൊരു ബ്രൈറ്റ് റെഡ്, ഒരു സൺസെറ്റ് ഓറഞ്ച്, ഗ്രീൻ, ഒലിവ് ഗ്രീൻ ആ ഒരു ടോണിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. എല്ലാ സാരീസിനും വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാട്ടോ വരുന്നത്. നല്ല ഫൈൻ വർക്കാണ്, ഫൈൻ ത്രെഡ് വർക്കാണ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. സിമ്പിൾ ബോർഡർ ആയിരിക്കും വരുന്നത്. ഒരു 1.5 ഇഞ്ചിനുള്ള ടിഷ്യൂ ബോർഡർ ആയിരിക്കും വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. ഫുൾ ബോഡി ജൂട്ട് വൂവൺ ടിഷ്യൂ സാരീസിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഒരു പിങ്ക് ആണ്. പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് സാരിയിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ. ഇത് ഞാൻ സാരി ഇപ്പോൾ ഫ്രണ്ടിലോട്ട് കൊടുത്തിരിക്കുകയാണ്, റിവേഴ്സ് പാറ്റേൺ കൊടുത്തിരിക്കുകയാണ്. സാരിയുടെ മുന്താണിയാണ്. ഫുൾ എംബ്രോയ്ഡറി വർക്കാണ്. ഒരു ജാൽ ഡിസൈനിലായിരിക്കും സാരിയിൽ ത്രെഡ് എംബ്രോയ്ഡറി വരുന്നത്. ഇതിൻ്റെ വർക്കിൽ നല്ലൊരു പാറ്റേൺ വരുന്നുണ്ട്. ഈ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ വർക്ക് വരുന്നത്. ജാൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഫുൾ സാരിയും ഈ ഒരു പാറ്റേണാണ് വരുന്നത്. ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരും. പ്ലീറ്റ്സ് വരുമ്പോൾ എല്ലാ സൈസിനും ഹാഫ് പോർഷൻ ആയിരിക്കും കേട്ടോ വർക്ക് വരുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഗീച്ച വൂവൺ പാറ്റേണിലായിരിക്കും മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ പ്രിന്റഡ് ബ്ലൗസ് ആണ്. സെയിം ബോഡിയിലുള്ള അതേ ഒരു കോമ്പിനേഷനിൽ തന്നെയുള്ള ഒരു അജ്രക് ഡിസൈനിലുള്ള പ്രിന്റിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സാരിയുടെ ലുക്ക് ഇങ്ങനെ വരും. അടുത്ത ഡിസൈൻ വരുന്നത് വീണ്ടും ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് കേട്ടോ. എല്ലാം നല്ല നല്ല പാറ്റേണുകളാണ് സാരി വരുന്നത്. ഓരോ ഡിസൈനും നല്ലൊരു എന്താ പറയുക, ഒരു വൈബ്രന്റ് മൂഡ് നമുക്ക് തരുന്ന സാരീസാണ്. ഇതിപ്പോൾ ഒരു വെർട്ടിക്കൽ ജൂട്ട് വൂവൺ പാറ്റേൺസ് വരുന്നുണ്ട്. സാരി ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ഫുൾ സാരിയിലും ഈ ഒരു പാറ്റേണിലാണ് മോട്ടീവ്സ് വരുന്നത്. ബോർഡർ കണ്ടോ, ലോ ബോർഡർ വരുന്നത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കാണ്. ഇതുപോലെ ഡബിൾ ടോണിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ഡ്യുവൽ ടോൺ വരുന്നുണ്ടാവും സാരിക്ക്. നല്ലൊരു പാറ്റേണിലായിരിക്കും ഫുൾ ഈ ഒരു പാറ്റേൺ. മുന്താണി റണ്ണിങ് മുന്താണിയാണ്. ഗീച്ച വീവിലാണ് എല്ലാ സാരീസിനും പല്ലു വരുന്നത്. പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. ബോഡിയിലുള്ള ആ ഒരു കോമ്പിനേഷൻസിൽ തന്നെയായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത ഡിസൈൻ വരുന്നത് മൾട്ടി കളർ കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ലോഗോ ബോർഡർ വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ്. ഫുൾ ബോഡിയും എംബ്രോയ്ഡറി വർക്കിൽ തന്നെയുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ഇതാട്ടോ സാരിയുടെ ബോഡി വരുമ്പോൾ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിലായിരിക്കും എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഫുൾ വലിയ ഗ്യാപ്പ് ഇല്ല, വളരെ അടുത്തടുത്താണ് മോട്ടീവ്സ് വരുന്നത്. ബോഡി ഫുൾ ഈ ഒരു പാറ്റേൺ വരും. ബോർഡറിലെ വർക്ക് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇതാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ലോവർ ഏരിയയിലാണ് ഈ ഒരു പാറ്റേൺ. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഇതായിരിക്കും സാരി വരുന്നത്. മുന്താണി വരുന്നത് ഗീച്ച വീവിലാണ് സാരിയുടെ പല്ലു. പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. ഓണം അറ്റയറിലെ നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് റോസ് ഗോൾഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫാബ്രിക് സിൽക്കി കോട്ടയാണ്. ടിഷ്യൂ ബ്ലെൻഡഡ് സിൽക്കി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ കേട്ടോ. റോസ് ഗോൾഡ് ഫാബ്രിക്കിലും ഫുൾ എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് സാരി വരുന്നത്. ഇത് ഞാൻ സാരി റിവേഴ്സ് ആട്ടോ. ഇത് മുന്താണിയാണ് സാരിയുടെ. ഇതിൻ്റെ ക്ലോസർ ഷോട്ട് ഇങ്ങനെയാണ് വരുന്നത്. റോസ് ഗോൾഡിൽ ഒരു ഓഫ് വൈറ്റ് ജോമെട്രിക്കൽ ത്രെഡ് വീവ് ആണ് സാരിയുടെ ബോഡി വരുന്നത്. ത്രെഡ് വീവ് പാറ്റേൺസ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും ത്രെഡ് വീവ് ഡിസൈൻസ് വരുന്നത്. ഇതിലും ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് മോട്ടീവ്സ് ആയിട്ട് വരുന്നത്. പ്രിന്റ് അല്ല കേട്ടോ, ഇതും എംബ്രോയ്ഡറി വർക്കാണ്. ഇതായിരിക്കും ഡീറ്റെയിൽ ഇങ്ങനെ വരും. എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒരു ഗ്രീൻ, ഒരു റോസ് ഫ്ലവറിൻ്റെ പാറ്റേണിലുള്ള ഡബിൾ ടോണിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബോർഡർ വരുന്നത് നല്ലൊരു പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ആൻറ്റീക് സെറിയിലാണ്, ഒരു ബാവഞ്ചി ബോർഡറാണ് സാരിക്ക് വരുന്നത്. രണ്ട് സൈഡും. അപ്പോൾ ഒരു ലോവറും വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ. ഫുൾ ഈ ഒരു സ്റ്റൈൽ വരും. പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഒരു ഗോൾഡൻ ആൻറ്റീക് ഗോൾഡൻ സെറിയിലൊരു തിൻ ബോർഡർ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. പേസ്റ്റൽ ഗ്രീൻ ആണ് അടുത്ത കോമ്പിനേഷൻ. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ ഫുൾ എംബ്രോയ്ഡറി വർക്ക് ആട്ടോ. ഇതിലും പിങ്ക് ആണ്, ഒരു ഫ്യൂഷ്യ പിങ്ക് ആൻഡ് ബേബി പിങ്ക് ആ ഒരു കളർ ടോണിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് സാരിയിൽ. ക്ലോസറിൽ വരുമ്പോൾ വൈറ്റ് വരുന്നുണ്ട്. വൈറ്റ് ജോമെട്രിക്കൽ ത്രെഡ് വീവ് ആണ് ബ്ലൗസിൽ ബോഡിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ഫുൾ ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് സൈസിലായിരിക്കും കേട്ടോ ബോഡി വരുന്നത്.
ഇത് മുന്താണിയാണ്. മുന്താണിയിലും ഫുൾ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഗോൾഡൻ സെറി ലൈൻസ് ആയിരിക്കും മുന്താണിയുടെ എൻഡിൽ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. അടുത്ത കളർ വരുന്നത് ഒരു ക്രീമിഷ് ഐവറിയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ക്രീമിഷ് ഐവറിയിലും ഓഫ് വൈറ്റ് തന്നെയാണ് ജോമെട്രിക്കൽ എംബ്രോയിഡറി വർക്കും. അതൊരു മൾട്ടി കളറിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്, ത്രെഡ് വർക്ക് ആയിട്ട് വരുന്നത്. ഇതായിട്ട് വർക്കിനെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ക്രീമിഷ് ഐവറി ആയതുകൊണ്ട് തന്നെ വൈറ്റ് അത്ര വിസിബിൾ അല്ല. വൈറ്റ് എംബ്രോയിഡറി വർക്കാണ് ജോമെട്രിക്കൽ ഡിസൈനിൽ വരുന്നത്, ഡയമണ്ട് പാറ്റേണിൽ വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ആൻറ്റി ഗോൾഡനിലാണ് ബാവഞ്ചി ബോർഡേഴ്സ് വരുന്നത് സാരിക്ക് രണ്ട് സൈഡിലും. പല്ലു റണ്ണിങ് ബ്ലൗസ് എല്ലാ സാരീസിനും ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. ഒരു ടിഷ്യൂ വീവിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. അടുത്ത കളർ വരുന്നത് പീച്ചാണ്. പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ്. ആൻറ്റി സെറിയിൽ തന്നെയാണ് ബാവഞ്ചി ബോർഡർ വരുന്നത്. ഫുൾ ബോഡി വരുന്നത് സെയിം പാറ്റേൺ തന്നെ. ഓഫ് വൈറ്റിലുള്ള എംബ്രോയിഡറി വർക്കും അതിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ആയിരിക്കും മോട്ടീവ്സ് ആയിട്ട് വരുന്നത് സാരിയുടെ ബോഡിയിൽ. മുന്താണി എല്ലാ സാരീസിനും റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം പാറ്റേണിൽ തന്നെയുള്ള വി പാറ്റേണിലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. പേസ്റ്റൽ യെല്ലോ ആണ് നെക്സ്റ്റ് കളർ കേട്ടോ. പേസ്റ്റൽ യെല്ലോയിലും ഓഫ് വൈറ്റ് തന്നെ എംബ്രോയിഡറി വർക്കും. ഇതിലും ബേബി പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയുടെ മോട്ടീവ്സിൽ. ഈ ഒരു പാറ്റേൺ വരും. ആൻറ്റി ഗോൾഡൻ ബോർഡേഴ്സ് രണ്ട് സൈഡിലും വരുന്നുണ്ട്. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ആൻറ്റി സെറിയിലുള്ള തിൻ ബോർഡർ വരുന്നുണ്ട്. സെയിം ആ ഒരു പാറ്റേണിലായിരിക്കും എല്ലാ സാരീസിനും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് വീണ്ടും റോസ് ഗോൾഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. എംബ്രോയിഡറി വർക്കിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. സാരിയിലെ വർക്ക് വരുന്നത് ഒരു പോയിന്റ് എംബ്രോയിഡറിയുടെ പാറ്റേണിലാണ് സാരിയിൽ വർക്ക് വരുന്നത്. നല്ലൊരു ഡിസൈനിലാട്ടോ. ഇതാണ് വർക്കിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. റോസ് ഗോൾഡിൽ ഒരു ഗോൾഡൻ ബേജ് ആണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ ഒരു പാരലൽ ലൈൻസ് ആണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള പാരലൽ ലൈൻസ് ആണ് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ഇന്റർമീഡിയറ്റ് പാറ്റേണിലായിരിക്കും. ബാവഞ്ചി ബോർഡർ ആണ് സാരിക്ക്. ആൻറ്റിക് സെറിയിലായിരിക്കും ബോർഡർ വരുന്നത്. റോസ് ഗോൾഡ് വിത്ത് ആൻറ്റിക് സെറിയാണ് സാരിയുടെ കോമ്പിനേഷൻ. എൻറ്റയർ സാരി ഈ ഒരു ത്രെഡ് വീ പാറ്റേണിലായിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി ആൻഡ് റണ്ണിങ് ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് സാരി. എംബ്രോയിഡറി വർക്ക് ആട്ടോ ഫുൾ ബോഡി വരുന്നത്. ഞാൻ പറഞ്ഞില്ല ഇതിന് മുൻപത്തെ സാരിയിലുള്ള ഒരു റോസ് ഗോൾഡ് സാരിയിൽ വന്ന ആ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത് സാരി. ഇതാണ് ബേജിൽ തന്നെയാണ് ഈ ഒരു പാറ്റേണിൽ നമ്മളൊരു മുത്ത് പിടിപ്പിച്ച പോലത്തെ ഒരു ത്രെഡ് വർക്കാണ് സാരിയുടെ ബോഡി വരുന്നത്. ഞാൻ ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരും ബോഡിയുടെ. ഡബിൾ സൈഡ് ബോർഡർ വരുന്നത് ആൻറ്റി ഗോൾഡൻ ആണ്. അവിടെ ഒരു ഗ്രീനിഷ് ടിൻറ്റ് വരുന്നുണ്ട്. ഒരു ഗ്രീനിഷ് ടിൻറ്റഡ് ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. പല്ലു ഒരു ടോൺ ഡാർക്കർ ആയിട്ട് ഗ്രീനിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വീണ്ടും ക്രീമിഷ് ഐവറി തന്നെയാണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത്. എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഫുൾ പാറ്റേണും ആ ഒരു ഡിസൈൻ തന്നെയായിരിക്കും വരുന്നത്. ഗോൾഡൻ ബേജിലുള്ള ത്രെഡ് വർക്ക് ആയിരിക്കും. ആൻറ്റി സെറിയിലാണ് ബോർഡേഴ്സ് വരുന്നത് സാരിക്ക്. ഓഫ് വൈറ്റിൽ ഈ ഒരു പാറ്റേൺ കേട്ടോ. ക്ലോസർ വ്യൂ ഇങ്ങനെ വരുന്നത്. സാരിയുടെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ വീണ്ടും പീച്ച് തന്നെയാണ്. പേസ്റ്റൽ പീച്ച് ഷെയ്ഡിലും ത്രെഡ് എംബ്രോയിഡറി ആണ് ഫുൾ ബോഡി വരുന്നത് കേട്ടോ. ബോർഡർ വരുന്നത് ആൻറ്റിക് സെറിയിൽ തന്നെയാണ്. ബാവഞ്ചി ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇനി ഫുൾ സാരി ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ. ആ ഒരു പോയിന്റ് എംബ്രോയിഡറി പാറ്റേണിൽ തന്നെയായിരിക്കും ഈ സാരിയിലും എംബ്രോയിഡറി വർക്ക് വരുന്നത്. പീച്ചിലെ ഒരു ഗോൾഡൻ ബേജ് ആണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. റണ്ണിങ് മുന്താണി വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലും അവൈലബിൾ ആണ്. ഇന്നത്തെ ഓണം കളക്ഷൻസിൽ ലാസ്റ്റ് സാരിയാണ് ഇനി വരുന്നത്. പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. എംബ്രോയിഡറി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഡബിൾ സൈഡിലും ബാവഞ്ചി ബോർഡർ വരുന്നുണ്ട്. പോയിന്റ് എംബ്രോയിഡറിയുടെ പാറ്റേണിൽ തന്നെയുള്ള വർക്കാണ് സാരിയിൽ ഫുൾ ബോഡി വരുന്നത് കേട്ടോ. മുന്താണി വരുന്നത് റണ്ണിങ് മുന്താണി ആയിരിക്കും. സെയിം പാറ്റേണിൽ തന്നെയാണ് സാരിക്ക് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ആൻറ്റി ഗോൾഡനിലുള്ള ഒരു സെറി വീവിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്.